തിരുവനന്തപുരം വിതുരയിലും വർക്കലയിലും യുവാക്കളുടെ അക്രമം. വിതുരയിൽ റോഡിൽ നിർത്തിയിട്ട വാഹനം മാറ്റാൻ ആവശ്യപ്പെട്ട പുൻപാറ സ്വദേശി സുരേഷിനെ യുവാക്കൾ ക്രൂരമായി മർദ്ദിച്ചു. പോലീസ് കേസെടുത്തു. ദൃശ്യങ്ങൾ. വർക്കലയിൽ സ്കൂട്ടറിലെത്തിയ മൂന്നംഗ സംഘം പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിരുന്ന സ്വകാര്യ ബസിന്റെ ചില്ലുകൾ എറിഞ്ഞ് തകർക്കുന്നതും നമ്മൾ കണ്ടു. രണ്ട് സംഭവങ്ങളുടെയും CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. സ്വാന്തന സാജു വിവരങ്ങൾ നൽകും. സ്വാന്തന, ഈ തലസ്ഥാന നഗരത്തിൽ ഈ സാമൂഹ്യ ദ്രോഹികളുടെ അഴിഞ്ഞാട്ടമാണല്ലോ. ഇവർ ഈ റോഡ് തെരുവ് ഒരു യുദ്ധക്കളമാക്കി മാറ്റുകയാണല്ലോ. സ്വാന്തന, എന്താണ് സംഭവിക്കുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ തന്നെ രണ്ടിടങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ സാമൂഹിക വിരുദ്ധരുടെ ഒരു വലിയ ശല്യം നേരിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒരു സംഭവം നടന്നിരിക്കുന്നത് തിരുവനന്തപുരം വർക്കലയിലും മറ്റൊന്ന് നടന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വിതുരയിലുമാണ്. നമ്മൾ ആദ്യം വർക്കലയിലെ സംഭവത്തിലേക്ക് പോകുകയാണെങ്കിൽ, വർക്കല ഇടവയ്ക്കടുത്ത് ഒരു പെട്രോൾ പമ്പിന് പുറത്തായിട്ട് പാർക്ക് ചെയ്തിരുന്ന സ്വകാര്യ ബസ്സിന് നേരെയാണ് ഇത്തരത്തിൽ ഒരു സാമൂഹിക വിരുദ്ധരുടെ ആക്രമം ആദ്യം ഉണ്ടായിരിക്കുന്നത്. ഈ ബസ് ഓട്ടമൊക്കെ കഴിഞ്ഞ് ഈ പെട്രോൾ പമ്പിന് പുറത്ത് പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് രാത്രിയിൽ മുഖംമൂടി അണിഞ്ഞു വന്ന മൂന്നംഗ സംഘം, അവർ ബൈക്കിലെത്തിയവരാണ്, അവർ ഈ വാഹനത്തിന് നേരെ കല്ലെറിയുന്ന സാഹചര്യം ഉണ്ടായത്. ബസിന്റെ മുൻഭാഗത്തെ ചില്ല ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്ന സ്ഥിതിയാണുള്ളത്. മറ്റു ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആരാണ് ഈ ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെയും ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇത് നിരവധി ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾ അടക്കം വന്നു പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ആരാണ് അങ്ങനെ ഒരു അക്രമം നടത്തിയത് എന്ന് അറിയാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. മറ്റൊന്ന് നടന്നിരിക്കുന്നത് വിതുരയിലാണ്. വിതുരയിലെ ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ച ശേഷം ഒരു ഒമിനി വാൻ അത് പുറത്തേക്ക് എടുത്തിടുകയും ആ ഒമിനി വാനിൽ ഉണ്ടായിരുന്ന ആളുകൾ ആ റോഡിന്റെ നടുക്ക് ഈ വാഹനം നിർത്തിയ ശേഷം പരിഭ്രാന്തി സൃഷ്ടിക്കുകയുമാണ് ചെയ്തത്. അത് മാത്രവുമല്ല, എതിർദിശയിൽ ബൈക്കിൽ വന്ന സുരേഷ് എന്ന വ്യക്തി ഈ വാഹനം മാറുന്നതിന് വേണ്ടി ഹോൺ മുഴക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തെ കടത്തിവിടുന്നില്ല എന്ന് മാത്രമല്ല, ഈ സുരേഷ് എന്ന ആളെ ഈ ഒമിനി വാനിൽ ഉണ്ടായിരുന്ന സംഘം ആക്രമിക്കുകയാണ് ചെയ്തത്. ഭയം കൊണ്ട് അദ്ദേഹം ആ പെട്രോൾ പമ്പിലേക്ക് ഓടിക്കേറിയെങ്കിലും ഈ സംഘം ആ പെട്രോൾ പമ്പിനകത്തേക്ക് വന്ന് ഈ സുരേഷിനെ അടിച്ച് അവശനാക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ രണ്ട് സംഭവങ്ങളിലും CCTVകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. കാരണം രണ്ട് സംഭവങ്ങളുടെയും CCTV പോലീസിന് ലഭ്യമായിട്ടുണ്ട്. മദ്യലഹരിയിലായിരുന്നു ഈ രണ്ട് സംഘങ്ങളും എന്നുള്ള അനുമാനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പ്രത്യേകിച്ച് വിധുലയിലെ സംഘത്തിന്റെ വാഹനത്തിന്റെ നമ്പർ അടക്കം പോലീസിന് ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട്. രണ്ട് കേസുകളിലെയും പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം തന്നെയാണ് രണ്ട് സ്റ്റേഷനുകളിലെ പോലീസും ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കുന്നത്. ശരി സ്വാന്തന, എവിടെ തിരിഞ്ഞാലും ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഈ സാമൂഹ്യദ്രോഹികളെ നിലയ്ക്ക് നിർത്താനുള്ള ശ്രമങ്ങൾ കൂടി ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ.